പാലക്കാട് IITയിൽ അജ്ഞാതൻ വിദ്യാർത്ഥിനിയുടെ തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. ഡേറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് 4ാം വർഷ വിദ്യാർത്ഥിയും സേലം സ്വദേശിയുമായ അശ്വിനി കണ്ണനാണ് തലയ്ക്കടിയേറ്റത്. ഭക്ഷണം കഴിക്കാൻ സുഹൃത്തുക്കൾക്കൊപ്പം ഡൈനിങ് ഹാളിലേക്ക് നടന്നു പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. അക്രമിയെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. തിങ്കളാഴ്ച രാത്രി 8:30 IIT ക്യാമ്പസിനകത്ത് വെച്ചാണ് അതിക്രമമുണ്ടായത്. അശ്വിനിയും സുഹൃത്തുക്കളും IIT അക്കാദമി ബ്ലോക്കിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് നടക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ സംഭവം. മറ്റു വിദ്യാർത്ഥികൾക്ക് പിന്നാലെയാണ് അശ്വിനി നടന്നിരുന്നത്. നിലവിളി കേട്ട് സഹപാഠികൾ ഓടിയെത്തിയപ്പോൾ തലയിൽ നിന്ന് രക്തം വാർന്ന നിലയിലാണ് അശ്വിനിയെ കണ്ടത്. അബോധാവസ്ഥയിലായിരുന്ന വിദ്യാർത്ഥിയെ ആദ്യം വാളയാറിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. അതിക്രമത്തിന്റെ കാരണവും ആരാണത് ചെയ്തതെന്നും അറിയില്ലെന്നുമാണ് അശ്വിനി പോലീസിന് നൽകിയ പ്രാഥമിക മൊഴി. തലയോട്ടിക്ക് സാരമായി പരിക്കേറ്റെങ്കിലും വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തതായി IIT അധികൃതർ അറിയിച്ചു. കുട്ടി ഇങ്ങനെ ഈവനിങ് വാക്ക് പോലെ നടന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോവുമായിരുന്നു. അപ്പോഴാണിത്. അല്ല, കുട്ടികളുടെ കുറച്ച് പേര് മുമ്പിൽ നടക്കുന്നുണ്ട്. ഈ കുട്ടി പിന്നിലായിരുന്നു. ഫോണിൽ എന്തൊക്കെ നോക്കി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പിന്നിലായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് മറ്റുള്ള കുട്ടികൾ തിരിഞ്ഞു നോക്കിയത്. അപ്പോഴേക്കും ആരെയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. രാത്രി കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന സഹപാഠികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമണം നടന്ന ഭാഗത്ത് CCTV ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്യാമ്പസിനകത്തെ മറ്റു നിരീക്ഷണ ക്യാമറകൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. ക്യാമ്പസിനകത്തെ നിർമ്മാണ പ്രവൃത്തികൾക്കായി വന്ന അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IITയിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. വേറെ ലീഡ് നമുക്ക് ഇതുവരെ ഇപ്പോൾ കിട്ടിയിട്ടില്ല. ജസ്റ്റ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ നോക്കേണ്ടതാണ്. CCTV ക്യാമറകൾ കുറച്ച് ക്യാമ്പസിലുണ്ട്, അത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. പിന്നെ പല തരത്തിലുള്ള അന്വേഷണം ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലീഡ് കിട്ടും. ഇപ്പോൾ കുറച്ച് ക്രൈം പ്ലേസ് ഓഫ് ഓക്കറൻസ് ഇപ്പോൾ ഫോക്കസ് ചെയ്തിട്ട് കുറച്ച് സയൻറ്റിഫിക് കാര്യങ്ങളാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് CCTV പരിശോധിക്കാൻ വേണ്ടി വേറെ ഒരു ടീം ഉടനെ പോകും. കോയമ്പത്തൂരിൽ ചികിത്സയിലുള്ള അശ്വിനിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയാലേ അന്വേഷണത്തിന് വ്യക്തത വരുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതിനിടെ ക്യാമ്പസിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഈ അധ്യയന വർഷത്തിലുണ്ടാകുന്ന സമാനമായ 4ാമത്തെ സംഭവമാണിതെന്ന് വിദ്യാർത്ഥികൾ കുറ്റപ്പെടുത്തി. 200ഓളം വിദ്യാർത്ഥികളാണ് IITയിലെ പ്രതിഷേധത്തിൽ അണിനിരുന്നത്. ക്യാമ്പസിന്റെ സുരക്ഷ ശക്തമാക്കാനും കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനും നിലവിലത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.